ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കാശ്മീരിലെ രണ്ടാമത്തെ ദിവസത്തേക്ക് നമ്മളിന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദാൽ ലേക്കിൻ്റെ സമീപത്ത് കൂടി ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ വാച്ച് ചെയ്യാണ്. കാരണം നമ്മൾ മനോഹരമായ കാഴ്ചകൾ, അത് രാവിലെയുള്ള ദാൽ ലേക്കിൻ്റെ ഒരു കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കുകയാണ്. അത് രാവിലെ തന്നെ മഞ്ഞ് വീണ് പൊതിഞ്ഞ് കിടക്കുന്ന ശ്രീനഗറൊക്കെയാണ്. നല്ല തണുപ്പുണ്ട്, കൈകളൊക്കെ മരവിച്ചിങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. ഓക്കെ, കുറച്ച് മരവിച്ച് നിൽക്കുന്ന കൈകളൊക്കെ ചൂട് പിടിക്കുന്നതായി കാണുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചൂട് പിടിക്കാമല്ലോ. ദാൽ ലേക്കിൽ ശിക്കാരികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിരാവിലെയൊക്കെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ ശിക്കാര റൈഡിങ് ചെയ്യാറുണ്ടായി. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരുപാട് വിസ്തൃതിയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതാണ് തടാകവും. അപ്പം നമുക്കിവിടെ അതൊക്കെ ചുറ്റിയിട്ട് ഇവരിങ്ങനെ ഈ ശിക്കാര സർവീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം മനോഹരമായ ഒരു സീൻ തന്നെയാണ് നമുക്ക് ഈ ശിക്കാര ഈ ദാൽ ലേക്കിൽ അങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നതാണ്. വളരെ രസമാണ് കേട്ടോ. ഒരു അടിപൊളി ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ദാൽ ലേക്കിൻ്റെ സമീപത്ത് നമ്മൾ കാണുന്നത്. നല്ല രസമല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ഒരു ഛായാചിത്രം പോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മളെ കാണുന്നത്. കാര്യം ഒരു മരത്തിന് ചുവട്ടിൽ കുറേ ശിക്കാരിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സീനറി എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ശിക്കാര റൈഡിങ്ങിൻ്റെ ദാൽ ഗേറ്റിലുള്ള ശിക്കാര റൈഡിങ് പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ശിക്കാരയ്ക്ക് വേണ്ടി ഇവിടെ വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കൂട്ടമുണ്ട്. നമുക്ക് ശിക്കാര റൈഡിങ്ങിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, നമുക്ക് ചാർജ് എത്ര, കാര്യങ്ങളൊക്കെ എങ്ങനെയാക്കാൻ നമുക്കൊന്ന് അറിയണം. നമുക്കൊരു യാത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് അവരായിട്ടൊന്ന് ബാർഗൈൻ ചെയ്യേണ്ടത് വരും. അവരെപ്പോഴും ഒരു ഹ്യൂജ് എമൗണ്ടാണ് പറയുക. പക്ഷെ നമ്മൾ നന്നായിട്ട് ബാർഗൈൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവർ റേറ്റൊക്കെ കുറയ്ക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒരു ശിക്കാര റൈഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർ 1 hours 1200 രൂപയായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മളത് ജസ്റ്റ് ബാർഗൈൻ ചെയ്ത് ഒരു ഹാഫ് ആൻ അവറിൽ നമ്മളൊരു 300 രൂപയ്ക്ക് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു ലാസ്റ്റ് 400-500 പറഞ്ഞതെങ്കിലും നമ്മൾ നന്നായിട്ട് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഈ ശിക്കാര റൈഡിങ്ങിൻ്റെ ദാൽ തടാകത്തിൽ ഏതാണ്ട് 8.5 കിലോമീറ്റർ ചതുരശ്ര വിസ്തീർണമുള്ള ഒരു തടാകമാണ്. അപ്പോൾ ഈ തടാകത്തിൽ നിരവധി മാർക്കറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ തടാകത്തിനുള്ളിലുള്ള ചില കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. ഓക്കെ, ഇത് കാണാം അല്ലേ? ദാൽ തടാകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. നമുക്ക് ഇവിടെ ഒരു ബോട്ട് റൈഡിങ് എന്ന് പറയുന്നത് ശിക്കാര റൈഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ ഒരു തടാകത്തിൻ്റെ ചുറ്റുമുള്ള ഏരിയകളിലൂടെ ഒരു യാത്ര നടത്തുക, മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഈ ദാൽ ലേക്കിലൂടെയുള്ള ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നിരവധി ഹൗസ് ബോട്ട് സർവീസുകളൊക്കെ ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. Ahmet Erka, Vakum, Lenser, Kashmiri,
നമുക്കിപ്പോൾ കാണുന്ന വഴിക്ക് നമുക്കൊരു കശ്മീരി കവ കോഫിയൊക്കെ നമുക്ക് വിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത്. തോണിയിലൂടെ അവർ കച്ചവടം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കവ കിतना भाई? 50 rupees. 50? Yes, brother. कितना का बना है? नहीं भाई, आप बैठे हो उस घर के सामने बना सर आपके लिए ഈ ദാൽ ലേക്കുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണ് ഇവിടെ ഇങ്ങനെ വള്ളങ്ങളിൽ ഓരോ സാധനങ്ങൾ കച്ചവടം ചെയ്ത് ജീവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വെജിറ്റബിൾ, പലഹാരങ്ങൾ, ചായ, മറ്റ് ഫാൻസി, അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഫ്രൂട്ട്സ് വരെ ഇങ്ങനെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ശിക്കാരയിൽ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കാണാം. ബാർബിക്യൂ നമുക്ക് അവർ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഫെസ്റ്റിവലിന് കണ്ടോ, ആ ഒരു ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് അവർ ഈ ഒരു ശിക്കാരയിൽ ഫുഡ് ഐറ്റംസൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാൽ ലേക്കിൽ അതിരാവിലെ നമ്മൾ ഒരു ഷിക്കാര റൈഡിങ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായൊരു കാഴ്ചയാണ് വെജിറ്റബിൾ മാർക്കറ്റ് പറയുന്നത്. നമുക്ക് നിരവധി പോയിന്റുകളുണ്ട്, നിരവധി മാർക്കറ്റുകൾ അടങ്ങിയതാണ് ഈ ദാൽ ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റുകളിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ, അതായത് ഇപ്പോൾ വെജിറ്റബിൾസ് ആവാം, സുഗന്ധദ്രവ്യങ്ങളാവാം, മറ്റെന്ത് വസ്തുക്കളും അവർ ബാർട്ടർ സമ്പ്രദായത്തിലൂടെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരു മാർക്കറ്റ് നമുക്ക് ഈ ദാൽ ലേക്കിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് രാവിലെ ഒരു 5 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോഴേക്കും 6:30 ആകുമ്പോഴേക്കും ആ മാർക്കറ്റ് കഴിയുമെന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ദാൽ ലേക്കിൽ വരികയാണെങ്കിൽ ആ ഒരു മോർണിംഗ് മാർക്കറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ ആയിരിക്കും. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഷിക്കാര റൈഡ് നമ്മളിപ്പോൾ കഴിഞ്ഞു. ജസ്റ്റ് ഒരു 1.5 മണിക്കൂറിൽ ആ ഒരു ടൈമാണ് നമ്മൾ എടുത്തത്. കുറഞ്ഞ റേറ്റാണ് നമ്മൾ ബാർഗൈൻ ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് അത് 800 മുതൽ 1000 രൂപ 1200 രൂപ വരെ നമ്മൾ പിന്നെ അടയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ റേറ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ വരെ 4-5 സ്പോട്ടുകൾ 8 വരെ സ്പോട്ട് അവർ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതിൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു നമുക്കെന്താ പറയുക, ഏറ്റവും നല്ലൊരു അനുഭവമാണ് നമുക്ക് ഒരു ദാൽ ലേക്കിലെ ഷിക്കാര റൈഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് നമ്മൾ ഒരിക്കലെങ്കിലും നിങ്ങൾ കാശ്മീർ എത്തുമ്പോൾ നമ്മൾ എന്തായാലും ആ ഷിക്കാര റൈഡിങ് നമ്മൾ എന്തായാലും നമ്മൾ തിരഞ്ഞെടുക്കുക. ആ ഒരു ഷിക്കാര റൈഡിങ് നമ്മൾ ആസ്വദിക്കുക. ഓക്കെ, അപ്പോൾ മനോഹരമായ ഒരു കാശ്മീർ യാത്രയുടെ ഒരു ദിവസം നമ്മളിവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കൺകുളിക്കൽ നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.